ഹലോ ഡിയേഴ്സ്, HSA അറബിക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പല ആളുകളും പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. 2024 പുതിയ വർഷം ആരംഭിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വന്ന ഒരുപാട് PSCയുടെ നോട്ടിഫിക്കേഷനുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് HSA അറബിക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അധ്യാപകൻ, അതേപോലെ LP UP തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് ഉദ്യോഗാർത്ഥികളാകുവാൻ അല്ലെങ്കിൽ സർക്കാർ ആകുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും PSC പരീക്ഷകൾ എഴുതുന്നത്. അതിലേറ്റവും വളരെയധികം ഒരു വൈറ്റ് കോളർ ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ജോബുകളിൽ പെട്ട ഒന്നാണ് HSA അറബിക് എന്ന് പറയുന്നത്. നല്ല ഹൈ സാലറിയാണ്. അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ രംഗത്തുള്ള വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ക്വാളിഫിക്കേഷനുള്ള അധ്യാപകരെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും PSC ഇതിന് വേണ്ടിയിട്ട് എക്സാമുകൾ നടത്താറുള്ളത്. എനിവേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സ്വപ്നമായിട്ടുള്ള HSA അറബിക്കിൽ സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തുവാൻ ഇതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളുമായി സംവദിക്കുകയാണ്. നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്ന സമയമാണ്. അവസാന തീയതിൻ്റെ ഇടയിലുള്ള ഈ സമയത്തുള്ള ഒരു വീഡിയോ എന്ന നിലയിൽ നിങ്ങളിത് കൃത്യമായ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനവും വളരെ സ്മാർട്ടായിട്ടുള്ള സ്റ്റഡിയുമായിട്ട് മുന്നോട്ട് പോവുക. സോ നമുക്ക് വീഡിയോയിലൊക്കെ അടക്കാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 702/2023 എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇതിലുള്ളത്. ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റിലാണ് HSA എന്നൊക്കെ നമുക്ക് പറയാം. ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ HST ആണെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന ലെവലിലുള്ളൊരു പോസ്റ്റാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 41,300 രൂപ മുതൽ 87,000 വരെ. അതായത് ഒരാൾ റിട്ടയർഡ് ആവുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്ന പരമാവധി എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ശമ്പള ഒരു സ്കെയിൽ അനുസരിച്ച്, ഇതിൻ്റെ പിന്നീട് ഗവൺമെൻറ്റുകൾക്ക് അനുസരിച്ചിട്ടും മാറ്റങ്ങൾ, ഓരോ ഗവൺമെൻറ് വരുന്ന സമയത്ത് സ്കെയിലൊക്കെ വലിയ മാറ്റങ്ങൾ പിന്നീട് വരാറുണ്ട്. ശമ്പള കമ്മീഷനുകൾ, പരിഷ്കാര കമ്മീഷനുകളൊക്കെ വരും. എന്തായാലും നല്ലൊരു സാലറി, നല്ലൊരു സ്കെയിലിലേക്കാണ് ഇതിനൊരു വാല്യൂ ഉള്ളത്. അത്രയും സ്കെയിൽ ആയിട്ടുള്ള ഒരു സാലറിയുള്ള ജോബാണ് ശരിക്കും ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ സാധാരണ പല ആളുകളും ചോദിക്കാറുണ്ട്, സർ എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് HSAയിൽ അല്ലെങ്കിൽ HSA പോലെയുള്ള അറബി ആകട്ടെ മറ്റേത് മേഖലകളാവട്ടെ ഒരു പോസ്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട്. വളരെ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കാറ്റഡ് ബേസിൽ പറയുകയാണെങ്കിൽ കാറ്റഗറി 3 ആണ് വേണ്ടത്. നിങ്ങൾക്ക് സെറ്റോ നെറ്റോ ഉണ്ടെങ്കിൽ കാറ്റഗറി 3യുടെ ആവശ്യമില്ല. കാറ്റഗറി 3 + B.Ed + ഡിഗ്രി. ആദ്യം ബേസിക് പറയുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് B.Ed കഴിഞ്ഞ് കാറ്റഗറി 3യോ സെറ്റോ നെറ്റോ ഉള്ള ആൾക്ക്, 3യോ സെറ്റോ നെറ്റോ ഉള്ള ആൾക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യരുത്, ഇത് അപ്ലൈ ചെയ്യാതിരിക്കുക ഒരിക്കലും പാടില്ല, ചെയ്യാൻ പാടില്ല. ശരി, അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 31/1/2024 നമുക്കറിയാം PSCയുടെ വിജ്ഞാപനങ്ങൾ ഒരുമിച്ചാണ് വരാറുള്ളത്. ഒരു ഡേറ്റിൻ കട്ട് ഓഫിൽ അത് തീരുകയും ചെയ്യും. 31 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനൊരിക്കലും വെക്കാൻ പാടില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങൾ അപേക്ഷിക്കുവാൻ തയ്യാറാവണം. അവസാന ആവുന്ന സമയത്ത് അത് റഷ് ആവുകയും സൈറ്റൊക്കെ ജാമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഏതൊക്കെ ജില്ലയിലാണ് നമുക്ക് ഈ അപേക്ഷ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും പലരും 14 ജില്ലകളിൽ അപേക്ഷ വന്നിട്ട് അതിൽ 14 ജില്ലകൾ കൂടി ഒരുമിച്ചായിരുന്നു പണ്ടൊക്കെ നമുക്ക് PSC വരാറുള്ളത്. പക്ഷെ ആദ്യം നമുക്ക് 5ഓളം ജില്ലകൾ വിളിച്ചു. ഇപ്പം ഏകദേശം ആലപ്പുഴ, വയനാട്, കാസർഗോഡ്, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയിട്ടുള്ള ജില്ലകളിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഈ ജില്ലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആലപ്പുഴ, വയനാട്, അതേപോലെ തന്നെ കാസർഗോഡ്, കൊല്ലം ഒക്കെ, ആലപ്പുഴ അടക്കമുള്ള പല ഇപ്പോൾ തെക്ക് ഭാഗത്തുള്ള ജില്ലകളാണെങ്കിലും ഇവിടെ അടുത്തുള്ള കോഴിക്കോട് അടക്കമുള്ള ഏറ്റവും പ്രധാന, മലപ്പുറം ഓൾറെഡി കഴിഞ്ഞു നമുക്കറിയാം, ജില്ലകളൊക്കെയാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അവിടെയുള്ള ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ നിലവിൽ ഒരു ഒഴിവ് മാത്രമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വയനാടിൽ 1, കാസർഗോഡ് 4 ഒഴിവുകളുണ്ട്. കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ്, അഥവാ
പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പ്രതീക്ഷിത ഒഴിവുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അവിടെ എത്ര വരാമെന്നുള്ളത് നമുക്ക് അറിയാത്ത പ്രശ്നം ഉണ്ടാകും. എന്തായാലും എത്രയാണ് എന്നത് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവിടുത്തെ സ്കൂളുകളുടെയും അവിടുത്തെ റിട്ടയർമെൻ്റ് ആയ ആളുകളുടെയും ഒഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ഓഫീസുകൾ അത് റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് PSC ഒഴിവുകളെ സംബന്ധിച്ച് പറയാം. എന്തായാലും അവിടെയും ഒഴിവ് വരാനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് 3 വർഷം കഴിയുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒഴിവ് വരും, 100% ഉറപ്പാണ്. അത് ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ അതിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് കാരണം ചില ആൾക്കാർ കാസർഗോഡ് ജില്ലയിൽ വേഗം 4 ഒഴിവുണ്ട്, അവിടെ അപേക്ഷിക്കാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ ഇനി തൃശ്ശൂർ ജില്ലയിൽ ചിലപ്പോൾ 10 ഒഴിവ് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാനത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഈ വരുന്ന 18-ാം തീയതി, ജനുവരി 18-ാം തീയതി നമ്മളുടെ എഡ്ഫിലിൻ്റെ HSA അറബിക്കിൻ്റെ ഒരു വെബിനാർ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ആ സംഘടിപ്പിക്കപ്പെടുന്ന വെബിനാറിൽ ഏറ്റവും പ്രധാനമായിട്ടും HSA അറബിക്കിൽ ഇതുവരെ വന്നിട്ടുള്ള ഒഴിവുകൾ ഏതൊക്കെയാണ്, അത് ഇനി ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, അതുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും ജില്ലയിൽ അപേക്ഷ വിളിക്കാനുണ്ടോ, നോട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഡാറ്റാ ബേസ്ഡ് വെബിനാർ ഈ വരുന്ന 18-ാം തീയതി ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ പിന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചുതരാം. വാട്സപ്പ് നമ്പർ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വെബിനാറിൽ അറ്റൻഡ് ചെയ്യുക. പരമാവധി ആ വെബിനാറിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ കൊടുക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ബാച്ച് ഈ ജനുവരി 28-ാം തീയതി ആരംഭിക്കുകയാണ്. എഡ്ഫിൽ ലേണിങ്ങിൻ്റെ HSA അറബിക്കിൻ്റെ ബാച്ചാണ്. HSA അറബിക്ക് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു കോംബോ കാര്യം കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തി പറയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് LPSA, UPSA, HSA ഇത് മൂന്നും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിഡിലൻ ഓഫർ അല്ലെങ്കിൽ കിഡിലനായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റമാണ് എഡ്ഫിൽ ലേണിംഗ് HSA സ്റ്റുഡൻസിന് വേണ്ടി നൽകുന്നത്. അപ്പോൾ HSAക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് LPയും UPയും പഠിക്കുന്ന രൂപത്തിൽ കൃത്യമായ വർക്ക് പ്ലാൻ അനുസരിച്ച് പോകാൻ പറ്റും. ഈ വരുന്ന ജനുവരി 28-നാണ് നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായും പഠിക്കാൻ തയ്യാറായി സ്മാർട്ടായിട്ട് പഠിക്കാൻ തയ്യാറായിട്ടുള്ള പഠനത്തിലൂടെ റാങ്ക് അടിക്കാൻ തയ്യാറാകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ അവസരം ജനുവരി 28-ൻ്റെ ബാച്ചിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെ കുറച്ച് സ്ലോട്ട്സുകൾ മാത്രം, കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാ ബാച്ചും തുടങ്ങുന്ന സമയത്ത് എഡ്ഫിൽ സാധാരണ ഉള്ളതാണ്, കുറച്ച് ബാച്ചുകളായിരിക്കും. ആ ബാച്ചിൽ കുറച്ച് സ്റ്റുഡൻസിന് മാത്രമേ അവസരം ഉണ്ടാവാറുള്ളൂ. എന്താണ് എഡ്ഫിൽ ലേണിങ്ങിൻ്റെ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് എഡ്ഫിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് നമ്പർ 1 ആയിട്ടുള്ള എഡ്ഫിൽ ലേണിംഗ് ആപ്പ് ഒരുപാട് ഈ ഒരു മേഖലയിൽ ഏകദേശം 700-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് റാങ്കുകൾ കിട്ടിയിട്ടുള്ള നമുക്കുള്ള ഒരുപാട് ഫീഡ്ബാക്സുകൾ, നമ്മുടെ ടെസ്റ്റിമോണിയൽസുകളൊക്കെ നോക്കുകയാണെങ്കിൽ കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആവാൻ കാരണം നമ്മുടെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് കൃത്യമായ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ പ്രിൻറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, ഓരോ ക്ലാസ്സും 20-25 മിനിറ്റ് മാത്രം, വെറുതെ ഒരുപാട് 1-2 മണിക്കൂർ ഇരുന്ന് ഒരു ചടപ്പുള്ള അവസ്ഥകൾ വേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ്സ് ക്ലാസ്, അത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ടെസ്റ്റ്, നെഗറ്റീവ് മാർക്കോടുകൂടി മോക്ക് ടെസ്റ്റുകൾ, മെൻറ്ററിങ് തുടങ്ങിയിട്ട് കുറേ ഫീച്ചേഴ്സ്. ഞാൻ ഫീച്ചേഴ്സ് ഒരുപാട് എനിക്ക് പറയാൻ അതിൽ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ച് 28-ന് 50 പേർക്ക് മാത്രമേ സീറ്റുള്ളൂ. ആ 50 പേർക്ക് നിങ്ങൾക്ക് അവസരമുള്ള ഇത് ഉപയോഗപ്പെടുത്തുകയും HSAയോടൊപ്പം തന്നെ LP, UP അറബിക്കിൻ്റെ കോഴ്സും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിവേ ഞാൻ ഒന്നുകൂടി പറയാം, HSA അറബിക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ വരുന്ന 31-ാം തീയതിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. 18-ാം തീയതിയുടെ വെബിനാർ നിങ്ങൾ മറക്കാണ്ടിരിക്കുക. എനിവേ എല്ലാവർക്കും വിജയാശംസകൾ ആശംസിക്കുകയാണ്. HSA അറബിക്കിൽ ഉയർന്ന റാങ്കോട് കൂടിയിട്ട് സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തുവാൻ ഞങ്ങളുണ്ട്, എഡ്ഫിലുണ്ട്, ഞാനുണ്ട്, നമ്മുടെ ടീം ഒരുമിച്ചുണ്ട്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു ഫോർ ഓൾ.